ഫ്രാൻസിൻ്റെയും സ്പെയിനിൻ്റെയും അതിർത്തിയിലുള്ള ഒരു കാർഷിക ഗ്രാമമാണ് ലൂർദ്. പൈറീസ് മലനിരകളുടെ താഴ്വരയിലാണ് ഈ ഗ്രാമം. കൃഷിയാണ് പ്രധാന വരുമാനമാർഗം. വർഷത്തിൽ മിക്കവാറും മുഴുവൻ സമയവും തണുപ്പുള്ള പ്രദേശം. അതുകൊണ്ട് തണുപ്പിനെ അകറ്റാൻ വനത്തിൽ വിറക് ശേഖരിക്കുന്നത് അന്നാട്ടുകാരുടെ ഒരു ജോലി കൂടിയാണ്. 1858 കാലഘട്ടത്തിൽ വനത്തിൽ വിറക് ശേഖരിക്കുവാൻ പോയ ബെർണഡീത്ത എന്ന 13 വയസ്സുകാരിയും സഹോദരിയും കൂട്ടുകാരിയും ഒരിക്കൽ ഗുവാ നദിയുടെ തീരത്തുള്ള ഒരു ഗുഹയ്ക്ക് സമീപം വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഗുഹയിൽ അതീവ പ്രഭയുള്ള ഒരു സുവർണ വെളിച്ചം. ആ വെള്ളി വെളിച്ചത്തിനുള്ളിൽ സുന്ദരിയായ ഒരു സ്ത്രീ തൂവെള്ള വസ്ത്രത്തിൽ ആകാശനീല നിറത്തിൽ കച്ചയും ധരിച്ചിരിക്കുന്നു. കയ്യിൽ ജപമാലയും പാദങ്ങളിൽ പന്നീർ പൂക്കളും നിറഞ്ഞ സുന്ദരിയായ ഒരു സ്ത്രീരൂപം. ആ സ്ത്രീ അവളോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. പ്രാർത്ഥന പൂർത്തിയാക്കുന്നതിന് മുമ്പായി ആ സ്ത്രീരൂപം അവിടുന്ന് അപ്രത്യക്ഷയായി. അത് പരിശുദ്ധ കന്യകാമറിയമാണെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ 18ഓളം തവണ മാതാവ് ബെർണഡീത്തായ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈ പ്രത്യക്ഷപ്പെടലുകൾ തുടരുന്നതിനിടയിൽ പരിശുദ്ധ മാതാവിനോട് അവൾ സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. ഇതിനിടയിൽ നാട്ടിൽ അസത്യവും അരാജകത്വവും പ്രചരിപ്പിക്കുന്നു എന്ന പേരിൽ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനു പോലും ബെർണഡീത്ത വിധേയയായി. ഒരിക്കൽ മാതാവ് അവളോട് താൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തു നിന്നും അല്പം മാറി നിലത്ത് ഒരു കുഴി കുഴിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ അവിടെ നിന്ന് ഒരു നീരുറവ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധൻ ആ നീരുറവയിൽ മുഖം കഴുകി. അദ്ദേഹത്തിൻ്റെ കാഴ്ചയില്ലാത്ത ഒരു കണ്ണിന് കാഴ്ച ലഭിക്കുകയും ഉണ്ടായി. പട്ടണത്തിൽ ഈ വാർത്ത വളരെ വേഗം പരന്നു. അടുത്ത ഗ്രാമങ്ങളിൽ നിന്ന് പോലും ആ വനപ്രദേശത്തേക്ക് ആളുകൾ വരുവാൻ തുടങ്ങി. ഒരിക്കൽ മൃതപ്രായമായ ഒരു കുട്ടിയെ ഉറവയിലെ വെള്ളത്തിൽ കിടത്തിയപ്പോൾ വലിയ രോഗശാന്തി ഉണ്ടായി. ആരാലും അറിയപ്പെടാതിരുന്ന ഈ ഗ്രാമം ഒരു പട്ടണമായി വേഗം മാറുകയായിരുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുകളിൽ ലോകത്തിനു വേണ്ടിയുള്ള സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ബെർണഡീത്തായോട് മാതാവ് ആവശ്യപ്പെട്ടു. ഇവിടെ ഒരു ദേവാലയം നിർമ്മിക്കാൻ സഭാധികാരികളോട് ആവശ്യപ്പെടാൻ മാതാവ് ബെർണഡീത്തായോട് പറഞ്ഞു. മാർച്ച് 25 പ്രത്യക്ഷപ്പെടലിൽ ആ മംഗളവാർത്താ തിരുനാളിന് അമ്മ തൻ്റെ നാമം അമലോത്ഭവയാണെന്ന് ബെർണഡീത്തായ്ക്ക് വെളിപ്പെടുത്തി. പിന്നീട് ക്ഷയരോഗം ബാധിച്ച് 35-ാം വയസ്സിൽ ബെർണഡീത്ത മരിച്ചു. 1933 ഡിസംബർ 8 പയസ് 11 മാർപ്പാപ്പ അവരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ബെർണഡീത്തായുടെ അഴുകാത്ത ശരീരം ഫ്രാൻസിലെ നവോഡയിൽ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. ബസ്സിൽ വെച്ച് അച്ഛൻ പറഞ്ഞു തന്ന ബെർണഡീത്തായ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങൾ ഒന്ന് അനുഭവിക്കാനും നേരിൽ കാണാനുമുള്ള ആകാംക്ഷയിൽ ദേവാലയ പരിസരത്തേക്ക് ഒറ്റയ്ക്കും കൂട്ടമായും മിക്കവരും പോയി തുടങ്ങിയിരുന്നു. ഭക്തവസ്തുക്കൾ വിൽക്കുന്ന കടകൾ, മെഴുകുതിരി പ്രദക്ഷിണത്തിനുള്ള തിരികൾ, ജപമാല, മാതാവിൻ്റെ ചിത്രങ്ങൾ. മറ്റു ദേവാലയ പരിസരത്തേക്കാൾ ഷോപ്പുകൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദേവാലയത്തിലേക്ക് പോകുന്നവരും തിരികെ വരുന്നവരും. അങ്ങനെ തെരുവിൽ നല്ല തിരക്കാണ്. പല വേഷക്കാർ, ഭാഷക്കാർ, പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ. ചിലർ ഗ്രൂപ്പുകളായി വരുന്നവർ കുരിശും കൊടിയും ഒക്കെ പിടിച്ച് ഭക്തിപൂർവ്വം പോകുന്നു. ഇവിടെ പ്രധാന ദേവാലയത്തിൻ്റെ ഗോപുരം ആകാശത്ത് ഉയർന്നു നിൽക്കുന്നത് കാണാം. സന്ദർശനം കഴിഞ്ഞവരാകാം ബെഞ്ചുകളിൽ ഇരുന്ന് വിശ്രമിക്കുന്നു. ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കാൻ പോകുന്നതിൻ്റെ ചില മുന്നൊരുക്കങ്ങൾ പോലെ തോന്നുന്നു. ഈ മൈതാനത്തിന് അടിയിൽ വലിയൊരു ദേവാലയമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം. തിരുനാളുകളിലും വിശേഷ ദിവസങ്ങളിലും കൂടുതൽ ജനങ്ങളെത്തുമ്പോൾ അവരെ ഉൾക്കൊള്ളുവാൻ ഭൂമിക്കടിയിലാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. 1958 മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലിൻ്റെ 100-ാം വാർഷികത്തിൽ ഈ ദേവാലയം സമർപ്പിക്കപ്പെട്ടു. സെയിൻറ്റ് പയസ് ബസിലിക്ക എന്നാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത്. 91 മീറ്റർ നീളവും 61 മീറ്റർ വീതിയും തൂണുകൾ
കോണുകളിലും ആണ് മേൽക്കൂര ഉറപ്പിച്ചിരിക്കുന്നത്. ദേവാലയത്തിൻ്റെ മധ്യഭാഗത്താണ് അൾത്താര. അതുകൊണ്ട് ദേവാലയത്തിൽ എവിടെ ഇരുന്നാലും തിരുക്കർമ്മങ്ങളിൽ വളരെ അടുത്തുനിന്ന് പങ്കെടുക്കുവാൻ സാധിക്കും. സങ്കീർണമായ ശബ്ദ ക്രമീകരണം എടുത്തു പറയേണ്ടത് തന്നെ. ചുറ്റോടു ചുറ്റും 52 പുണ്യാത്മാക്കളുടെ വലിയ ചിത്രങ്ങൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ഇവയെല്ലാം സിമെന്റിൽ പൂർത്തിയാക്കിയ രീതിയിലാണ് കാണപ്പെടുന്നത്. പ്രത്യേകം പെയിന്റുകളൊന്നും ഈ ദേവാലയത്തിൽ പൂശിയിട്ടില്ല. സെയിന്റ് പയസ് ദേവാലയത്തിനും ജപമാല രാജ്ഞിയുടെ ദേവാലയത്തിനും മധ്യേ വലിയൊരു കരിങ്കൽ പില്ലറിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഒരു പ്രതിമ വളരെ ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അതിനപ്പുറം ഒരു പാലം കടന്നാലാണ് പ്രധാന ദേവാലയം. ഒരു പാറക്കെട്ടിനോട് ചേർന്നാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ ഈ പാറക്കെട്ടിന് സമീപം വെച്ചാണ് പരിശുദ്ധ മാതാവ് ബെർണഡിത്തായിക്ക് പ്രത്യക്ഷപ്പെട്ടത്. പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരിടം. ചിന്തകളെ ഏകാഗ്രമാക്കി പരിസരം മറന്ന് പ്രാർത്ഥിക്കുന്നു. പ്രായമായവരും യുവാക്കളും എന്നില്ല, എല്ലാവരും മറ്റൊരു ലോകത്തിലെന്ന പോലെ. ചിലർ മാതാവ് പ്രത്യക്ഷപ്പെട്ട പാറയിൽ തൊട്ടു വണങ്ങുന്നു, ചിലർ ചുംബിക്കുന്നു. മാതാവിൻ്റെ നിർദ്ദേശപ്രകാരം തുറന്ന അത്ഭുത ഉറവയാണ് ഈ കാണുന്നത്. ആ പാറയുടെ മുകളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് ഇന്ന് മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒരു വല്ലാത്ത നിശബ്ദതയാണിവിടെ. പരിസരത്തൊക്കെ ധാരാളം ഭക്തജനങ്ങളെ കാണാം. ഇവിടെയാണ് രോഗികളായി വരുന്നവർക്ക് വിശുദ്ധ ജലത്തിൽ കുളിക്കുവാനുള്ള സൗകര്യം. ദേവാലയത്തിന് മുൻഭാഗത്ത് മുകളിലേക്ക് കയറിപ്പോകാൻ 2 സൈഡുകളിലുമായി സ്റ്റെപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നു. ഈ സ്റ്റെപ്പിന് താഴെ ദേവാലയത്തിന് മുൻവശത്തായി 4-5 അൾത്താരകൾ വേറെയും. ഈ ദേവാലയത്തിൻ്റെ താഴികക്കുടത്തിൽ 16 ഇടങ്ങളിൽ ഗ്ലാസിൽ ജപമാലയുടെ രഹസ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. പ്രധാന അൾത്താരയുടെ പിന്നിലായി വേറെയും ചില അൾത്താരകൾ. അവിടെ ബൈബിളിലെ പ്രധാന സംഭവങ്ങൾ മാർബിളിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ധാരാളം ആളുകൾ അവിടെ നിന്നൊക്കെ പ്രാർത്ഥിക്കുന്നു.